24 ബിഗ് ബ്രേക്കിംഗ്. കളിക്കവിള കൊലപാതകത്തിൽ വഴിത്തിരിവ്. കൊട്ടേഷൻ നൽകിയതിനെ തുടർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് ഗുണ്ടാ നേതാവ് ചൂഴാറ്റുകോട്ട അമ്പിളിയുടെ വെളിപ്പെടുത്തൽ. കൊട്ടേഷൻ നൽകിയത് ആശുപത്രി ഉപകരണങ്ങളുടെ ഡീലറാണെന്നും മൊഴിയുണ്ട്. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സലിം, ഈ സൂചനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഈ അമ്പിളിയുടെ നിർണായക മൊഴി ഇപ്പോൾ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുകയാണോ അന്വേഷണത്തെ? എന്താണ് വിശദമായ കാര്യങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നത്? സ്മിത, പ്രതി പിടിയിലായെങ്കിലും അടിമുടി ദുരൂഹമായ ഒരു കേസാണ് ഈ കളിക്കവിളയിലെ കൊലപാതകം. അതിൽ പ്രതിയുടെ മൊഴി പല ഘട്ടത്തിലും പോലീസിനെ വല്ലാതെ കുഴയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഒരു ഘട്ടത്തിൽ പറയുന്ന മൊഴിയല്ല പിന്നീട് പറയുന്നത് എന്ന നിലയിലായിരുന്നു പ്രതി നടത്തിക്കൊണ്ടിരുന്നത്, വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഈ കൊലപാതകം ഒരു കൊട്ടേഷൻ ആണ് എന്നൊരു മൊഴി ഏറ്റവും ഒടുവിലായി ഈ ഗുണ്ടാ നേതാവ് കൂടിയായ ചൂഴാറ്റുകോട്ട അമ്പിളി പറയുന്നത്. ആശുപത്രി ഉപകരണങ്ങളുടെ ഡീലറാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയത്. ഒപ്പം തന്നെ ഈ അവിടേക്ക് കൊലയ്ക്ക് ഉപയോഗിച്ച കത്തിയും ഒപ്പം തന്നെ മാസ്കും എത്തിച്ചു നൽകിയതും ഇയാളാണെന്നാണ് ഏറ്റവും പുതുതായി പറയുന്ന മൊഴി. ഇയാൾ നെയ്യാറ്റിൻകരയിലും പാറശാലയിലുമായി ഇത്തരത്തിൽ ആശുപത്രി ഉപകരണങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളാണ്. ഈ മേഖലകളിൽ കേന്ദ്രീകരിച്ച് ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും ഈ മൊഴി പോലീസ് വിശ്വാസത്തിലും എടുത്തിട്ടില്ല. കാരണം നിലവിൽ തന്നെ ഈ കൊലപാതകവും ഒപ്പം തന്നെ പിടികൊടുത്തതും ആസൂത്രിതമാണോ എന്നൊരു സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാര്യം ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടെ ഒരു ദൃശ്യം മോഡൽ രീതിയിലാണ് പ്രതി മറുപടി പറയുന്നത്. അടുത്ത ചോദ്യം എന്തെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതിന് നേരത്തെ മൊഴി നൽകുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഈ മൊഴികളിൽ അത്രയും സർവത്ര വൈരുദ്ധ്യമുണ്ട്. അത് അന്വേഷണ സംഘത്തെ കുഴയ്ക്കാൻ വേണ്ടിയാണോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വളരെ ആസൂത്രണത്തോടു കൂടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് നിലവിലുള്ള കണ്ടെത്തൽ. കാരണം കൊലപാതകം നടക്കുമ്പോൾ പ്രതിയുടെ മൊബൈൽ ഫോൺ മലയത്തെ വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഫോൺ വീട്ടിൽ വെച്ച ശേഷമാണ് പ്രതി കൃത്യത്തിന് ഇറങ്ങിയത്. കൃത്യം നടക്കുന്ന സമയം പ്രതി സലിം മാലിക്കാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ചേർന്നത്. കൊട്ടേഷൻ നൽകിയതിനെ തുടർന്നാണ് ഈ കൊലപാതകം ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.